നിസാരമായിരിക്കുന്ന അറിവുകളിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടിയും വലിയ വലിയ കാര്യങ്ങൾ അറിയുമ്പോൾ അതിനെന്ത് വേണം? ഗുരു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. സുജനാനാം ചാരത്തു വസിപ്പാൻ ഒരു ഭാഗ്യം തരണം ശ്രീ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. ഗുരു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. കാരുണ്യം അടിക്കണേന്നല്ല ഗുരു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. കാരുണ്യം അടിക്കണം കേട്ടോ, 500 റുപ്യെങ്കിലും അടിക്കണം കേട്ടോ, ഇതല്ല പ്രാർത്ഥന. മോളുടെ കല്യാണം വേഗം നടക്കണം കേട്ടോ, ഇതല്ല പഠിപ്പിച്ചത്. വീടിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയാവട്ടെ കേട്ടോ, ഇതുമല്ല പഠിപ്പിച്ചത്. സുജനാനാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം തരണം. നല്ല വ്യക്തികളെ കണ്ടുമുട്ടാൻ കഴിയണമേ. നല്ല നല്ല ആചാര്യന്മാരെ, മഹത് വ്യക്തികളുടെ അടുത്തൊക്കെ ഇത്തിരി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഭൗതികമായിരിക്കുന്ന സമ്പത്തല്ല നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് എന്നും ആ തൃപ്തി നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവമാണെന്നും അതിൻ്റെ പേരാണ് ധന്യത എന്നും അറിയുന്ന ഒരു ഇടം. അതാണ് സുജനാനാം ചാരത്ത്. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ, നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ ജീവിതത്തിന് കൈവരുന്ന ഒരു സൗരഭ്യമുണ്ട്. ആ സൗരഭ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെയോ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മച്ചിന് താഴെ, ഈ കൂരയ്ക്ക് താഴെ ഇരുന്നു കൊണ്ട് ഈ വെറുതെ ഒരു സന്ധ്യയെ ത്രിസന്ധ്യയാക്കി നമ്മൾ മാറ്റുന്നത്. വെറുതെ കടന്നു പോകുന്ന ഒരു വൈകുന്നേരത്തെ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, ഗുരുവിൻ്റെ വാണികളെ കൊണ്ട് പ്രഭാപ്രസരം ചാർത്തുന്നത്. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിനും ഒരു ഗുരുകൃപ വേണം. എന്തെങ്കിലുമൊക്കെ കേൾക്കാനും എന്തെങ്കിലുമൊക്കെ ആകാനും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യുവാനുമൊക്കെ ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് വേണം. അതുകൊണ്ട് തന്നെ ഗുരു വേറെടുത്ത് പറയുന്നുണ്ട്, ആലസ്യമൊഴിച്ച് പരബോധം തരണം മേ. എന്താ പറയണത്? വേറൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കുകയാണ്, മടി ഒന്ന് മാറ്റണേ. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മടിയാണ്. പള്ളിയിൽ പോണില്ലേ മടി, അമ്പലത്തിൽ പോണില്ലേ മടി. എന്താ മടി? എണീക്കണം, കുളിക്കണം, അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. പറ്റില്ല. ഗുരുദേവകൃതി പഠിക്കുന്നു, വരുന്നോ? ഇല്ല, നാളെ ആട്ടെ. നമ്മുടെ മടി എന്തു പറയും? മടി എപ്പോഴും പറയും നാളെ ആട്ടെ, നാളെ ആട്ടെ എന്ന്. അതുകൊണ്ട് ആലസ്യം പോകുവാനുള്ള ഒരു പ്രാർത്ഥന. ഒരു വ്യക്തിയെ നല്ലതാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഗുരുവിൻ്റെ പ്രാർത്ഥനകളെ ചമച്ചു വച്ചിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും അരുതാത്തത് ചെയ്യുമ്പോൾ, കൈകാൽ മുതലാം എന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മം ഒഴിഞ്ഞങ്ങ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. കൈകാൽ മുതലാം എന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മം ഒഴിഞ്ഞങ്ങ് അവിവേകാൽ. അവിവേകം വരുമ്പോഴേ എന്താ ചെയ്യണേന്ന് പറയാൻ കഴിയില്ല. ഒരു വ്യക്തി അവൻ അറിവില്ലാത്ത ഒരു സമയത്ത്, അവൻ അറിവ് ഉണ്ടാകാതിരിക്കുന്ന ഒരു വേളയിൽ അവൻ എത്ര നിഷ്ഠുരമായിരിക്കുന്ന കർമ്മങ്ങൾ വേണമെങ്കിലും ചെയ്യും. അത് മുന്നേ കൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗുരു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കുക വേണം. എന്നെ ഒരിക്കലും മോശമായിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തരുതേ ഈശ്വര എന്ന്. എന്നെ അതിനു വേണ്ടി എന്നെ നിയമിക്കരുതേ. വയ്യാത്തത് ചെയ്യാൻ നിയമിക്കപ്പെടുന്ന ഒരാളാക്കി എന്നെ മാറ്റരുത്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് സാന്ത്വനമേകുന്ന, മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കുന്ന, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആക്കി മാറ്റിയാലും എന്നുള്ള പ്രാർത്ഥന ഗുരുദേവ കൃതികളിലുണ്ട്. ആ ഗുരുവിനെയാണ് നമ്മൾ ഇനി മുതൽ പഠിക്കേണ്ടത്. ആ ഗുരുവിനെ പഠിക്കുമ്പോഴാണ് അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിടുന്ന കൃപാലുവായിട്ട് ഗുരു പറയുന്നത്. വളരെ ഒരു നിശിതമായ ഭാഷയിൽ ഗുരു അവിടെ തന്നെ എതിർക്കുന്നുണ്ട് കേട്ടോ. ഗുരു പറയുന്നു, ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. ഒരുവനു നല്ലതും
അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ. നമ്മൾ ചില തൊഴിലുകളൊക്കെ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് വേറൊരാൾക്ക് ഒരു ദുരന്തമായിരിക്കും അയാൾ സമ്മാനിക്കുക. അതാണ് ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി. ആത്മവിരോധിയായ ഒരാളുടെ കർമ്മം അങ്ങനെയായിരിക്കും. സ്വന്തം കാര്യം നന്നാക്കണം, മറ്റുള്ളവർക്ക് എന്തുമായിക്കൊള്ളട്ടെ എന്ന് തോന്നുന്ന ഒരു ബുദ്ധി. അവിടെ ഗുരു പറയാണ്, പരന് പരം പരിതാപമേകിടുന്നോർ. അപരനിലേക്ക് മിഴി തുറക്കുന്ന ഗുരുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ തന്നെ ഗുരു പറയാണ്, നീ വേറൊരാൾക്ക് പരിതാപമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു എന്ന്. നരകക്കടലിൽ വീണു പോകും നീ. നരകം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖത്തിൻ്റെ ആഴത്തിലേക്ക് നീ നിപതിക്കും. നമ്മളെപ്പോഴാണ് ദുഃഖിക്കുക? നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അബദ്ധത്തിൽ ഉപയോഗിക്കുന്ന വാക്കോ, നമ്മൾ അബദ്ധത്തിൽ ഉപയോഗിക്കുന്ന പ്രവൃത്തിയോ, നമ്മൾ അബദ്ധത്തിൽ ചിന്തിക്കുന്ന വിചാരമോ ആണ് ഒരു കർമ്മം. ബുദ്ധൻ പറഞ്ഞ പോലെ അതിൻ്റെ ആരക്കാലുകൾ ഒരു ചക്രത്തെ പിന്തുടരുന്നത് പോലെ നമ്മുടെ ചെയ്തികളാണ് കർമ്മത്തിൻ്റെ രൂപത്തിൽ നമ്മളിങ്ങനെ പിന്തുടർന്നു കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കർമ്മത്തിൽ നിന്ന് ഒരു നല്ല ജീവിതത്തിലേക്ക്, നല്ല ഒരു ഓമനത്വമുള്ള ഒരു ജീവിതത്തിലേക്ക്, ഓമനത്വമുള്ള ഒരു വ്യക്തിത്വ വികാസത്തിലേക്ക് നമുക്ക് തീർച്ചയായും ഉയരാൻ കഴിയും. നമ്മളൊക്കെ ഇങ്ങനെ ഒന്നുമല്ലാതെ നോക്കൂ, ഒരുപാട് കഴിവുകൾ നിഗൂഹനം ചെയ്ത് വെച്ചിട്ടാണ് ഓരോ വ്യക്തിയെയും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നിനും കൊള്ളാത്തവരായി ആരുമില്ല. എല്ലാവർക്കുമുണ്ട് അവരവരുടേതായിരിക്കുന്ന മേന്മകൾ, അവരവരുടേതായിരിക്കുന്ന മികവുകൾ. ആ മികവുകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല വേദികളാണ് ഇത്തരത്തിലുള്ള ജ്ഞാന സരണി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിലയിൽ, നമുക്കറിയാം നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ വേറൊരാളെ ആശ്രയിച്ചിട്ടാണ്. ഭാര്യയെ ആശ്രയിച്ച് ഭർത്താവ് ജീവിക്കുന്നു, ഭർത്താവിനെ ആശ്രയിച്ച് ഭാര്യ ജീവിക്കുന്നു, മക്കളെ ആശ്രയിച്ച് അച്ഛനും അമ്മയും ജീവിക്കുന്നു, അച്ഛനും അമ്മയെയും ആശ്രയിച്ച് മക്കൾ ജീവിക്കുന്നു. ഒരു പക്ഷേ അവിടെ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായി വരിക. ഇപ്പം നമ്മൾ സഹായിക്കുന്ന ഒരാളിൽ നിന്നായിരിക്കില്ല നമുക്ക് തിരിച്ച് സഹായങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ജനകനും അമ്മയും ആത്മസഖി പ്രിയ ജനവും അടുത്ത അയൽവാസികളും വിന തനിയെ ഇരിപ്പതിനെ തരമായി വരൂ എന്ന് ഗുരു അടിവരയിട്ട് പറഞ്ഞു. ജനകൻ ഉണ്ടായിക്കൊള്ളട്ടെ, ജനനി ഉണ്ടായിക്കൊള്ളട്ടെ, അച്ഛനുണ്ടായാലും അമ്മയുണ്ടായാലും ഭർത്താവുണ്ടായാലും കാമുകനുണ്ടായാലും ചേട്ടനുണ്ടായാലും അനുജനുണ്ടായാലും നിനക്ക് തനിച്ചിരിക്കേണ്ടി വരും. അത് നീ ആണായാലും പെണ്ണായാലും. തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. തനിച്ച ഏകാന്തത അനുഭവിക്കേണ്ടുന്ന ഒരു വേളയിൽ ഈ ജനകനും അമ്മയും ആത്മസഖിപ്രിയ ജനവും അടുത്ത അയൽവാസികളും ഒന്നും കാണാത്ത ഒരു ഘട്ടം ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട്. ആ ഘട്ടത്തിലാണ് നമ്മൾ വളരെ ദുസ്സഹമായിരിക്കുന്ന ഏകാന്തത അനുഭവിക്കുന്നത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ദുസ്സഹമായി കരയുന്നത്. ആ ഘട്ടത്തിലാണ് നമ്മൾ വിലപിക്കുന്നത്. ആ ഘട്ടത്തിലാണ് നമ്മൾ പരാതി പറയുന്നത്. ഇത് മുന്നേ കൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയും. ഒരുപാടൊന്നും പ്രതീക്ഷിക്കാനൊന്നും നിൽക്കില്ല. വരണത് പോലെ വരട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം എന്ന് കരുതുന്ന ഒരു തത്വം, അത് ഗുരുദേവ ദർശനം നമുക്ക് തരുന്നതാണ്. ഒരു തരം കർമ്മയോഗ. ചെയ്യാനുള്ളത് പറ്റാവുന്ന രീതിയിൽ ഭംഗിയായി മികവുറ്റ് ചെയ്യുക, ബാക്കി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വഴിക്ക് വരട്ടെ എന്ന് ജീവിതത്തെ പറഞ്ഞയക്കുന്ന ഒരു നയമുണ്ടല്ലോ. ആ നയമാണ് സത്യത്തിൽ അധ്യാത്മവിദ്യ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ ഒരു അധ്യാത്മവിദ്യയിലേക്കാണ് ഉണരുമ്പോഴാണ് നമുക്ക് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് പാടാൻ കഴിയുള്ളൂ. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ. എല്ലാവിധത്തിലും നമുക്ക് വേണ്ടുന്നതൊക്കെ തരണുണ്ടെന്നേ. എന്താ കിട്ടാത്ത? അന്നം കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്, പാർപ്പിടം കിട്ടുന്നുണ്ട്. അതിനോട് കാണിക്കുന്ന ഒരു നന്ദി
നമ്മൾ അറിയുകയാണ് ഈശ്വരൻ നമുക്ക് ചോദിക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ പ്രാഥമികമായ ആവശ്യങ്ങളെ നിറവേറ്റി തരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ തൃപ്തരല്ല, നമുക്ക് ധന്യതയില്ല. ഗുരു പറയാണ്, വെറുതെ എങ്കിലും പറയൂ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാനെന്ന് നമ്മൾ പറയണം. നമ്മൾ നന്ദിയോടെ പറയണം, എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുന്നുവല്ലോ, എനിക്ക് ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നുവല്ലോ, അത് നിൻ്റെ കൃപയാണ്. ആ കൃപയോടുള്ള, ആ ഈശ്വര കൃപയോടുള്ള നന്ദി രേഖപ്പെടുത്തൽ കൂടി ജീവിതം മാറേണ്ടതുണ്ട്. പിണ്ടനന്ദി പോലുള്ള കൃതിയൊക്കെ ഗുരു എഴുതി തന്നത് അതിനു വേണ്ടിയിട്ടാണ്. നന്ദി കെട്ട ലോകത്ത് അല്പം നന്ദിയുള്ളവനായിരിക്കാൻ പറയാനാണ്.